അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അമ്മാ ബഅദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ അധ്യക്ഷൻ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുത്തുനബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ, ഈ സദസ്സിൽ മുത്തുനബിയുടെ ജീവിതം എന്ന വിഷയത്തിൽ അല്പം ചില വാക്കുകൾ പറഞ്ഞ് ഞാൻ നിർത്താം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈ ലോകത്തിൽ ഏറ്റവും നല്ല ജീവിതത്തിൻ്റെ ഉടമയാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്രായത്തിൽ തന്നെ സൽസ്വഭാവിയായി ജീവിച്ചു. മക്കയിലുള്ളവർ അൽ അമീൻ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു. പലരും ഇസ്ലാം ആശ്ലേഷിക്കാൻ കാരണമായത് മുത്തുനബിയുടെ മഹത്തായ ജീവിതമാണ്. വളരെയധികം കഷ്ടപ്പാടിലൂടെയുള്ള ജീവിതമാണ് അവിടുന്ന് തെരഞ്ഞെടുത്തത്. ഒരിക്കൽ ഉമറുൽ ഫാറൂഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. അപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ കണ്ണീരിലാക്കി. ഈന്തപ്പനയോലയിൽ മെലിഞ്ഞുണ്ടാക്കിയ പരുപരുത്തതായ ഒരു പായയിൽ തിരുദൂതർ കിടക്കുന്നത് കണ്ടതായിരുന്നു അതിനു കാരണം. അതുപോലെ ഈന്തപ്പന തോൽ നാര് നിറച്ച തലയണ വെച്ചതായും അവിടുന്ന് തിരുദൂതരെ കാണാനിടയായി. അവിടെ മെത്തയോ കട്ടിലോ വിരിപ്പോ ഉണ്ടായിരുന്നില്ല. പരുക്കൻ പായ മാത്രമാണ് കണ്ടത്. മുത്തുനബിയുടെ ശരീരഭാഗങ്ങളിൽ പായയുടെ അടയാളങ്ങൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു കണ്ടു. മഹാനവർകൾക്ക് കരച്ചിൽ വന്നു, ധാരാളം കരഞ്ഞു. എങ്ങനെ കരയാതിരിക്കും? ലോക നേതാവിൻ്റെ അവസ്ഥയാണല്ലോ ഇത്. പ്രിയമുള്ളവരെ, ഈ ഹദീസ് നമുക്ക് പാഠമാണ്. മാത്രവുമല്ല, നമ്മുടെ ജീവിതം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ച മാതൃകയിലാക്കണം. മുത്തുനബിയുടെ വീടും വളരെ ലളിതമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു എല്ലാം നൽകുമായിരുന്നു. പക്ഷേ അവിടുന്ന് എല്ലാം ഒഴിവാക്കി വളരെ ലളിതമായ ജീവിതം തെരഞ്ഞെടുത്തു. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അദ്ദുന്യാ സിജുനുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിരി. ഇഹലോകം മുഅ്മിനിന്റെ ജയിലാണ്, കാഫിറിന്റെ സ്വർഗമാണ്. ഈ ഹദീസ് നൽകുന്ന പാഠം, ഒരു മുഅ്മിനായ മനുഷ്യന് ഇഹലോകത്ത് ജീവിക്കാൻ വളരെ പ്രയാസമാണ്. ഒരുപാട് കഷ്ടതകളും വിഷമങ്ങളും സഹിക്കണം. കാഫിറിന് സുഖമായി ജീവിതം ഉണ്ടാവാം. ഇഹലോകത്തിന്റെ സുഖം മാത്രം ആഗ്രഹിച്ചുള്ള ജീവിതം സത്യനിഷേധിയുടെ ജീവിതമാണ്. പ്രിയമുള്ളവരെ, നാം ലളിതമായ ജീവിതമാണ് തിരഞ്ഞെടുക്കേണ്ടത്. മുത്തുനബിയെ മാതൃകയാക്കി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത്രയും പറഞ്ഞ് ഞാൻ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.